ഹായ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ചിരിദിനത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്കൊന്ന് ചിരിക്കാം. നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ജോക്സ് കേൾക്കാതെ ചിരിക്കാൻ അതെ. പണ്ടൊക്കെ ടീച്ചർമാര് ക്ലാസ്സിൽ ചിരിച്ചു കഴിഞ്ഞാല് ദേഷ്യപ്പെടുകയാണ്. എനിക്കറിയാം. അഞ്ചാറ് വർഷം തന്നെ ഞാൻ ഈ മറൈൻ ലാഫിംഗ് ക്ലബ് എടുത്തി. അവരുടെ ഫ്ലാറ്റൊക്കെ ഇല്ല, മറ്റേ ഷിപ്പിലൊരു മോഡലൊക്കെ ഉണ്ടാക്കി അവിടെ ലാഫിംഗ് ക്ലബ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ കുറച്ച് ദിവസം സ്റ്റാർട്ട് ചെയ്തപ്പോ ഫ്ലാറ്റുകാർ വന്നിട്ട് പറയുന്നത് മക്കൾ അവിടെ ചിരിക്കുന്നതാണോ? ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. മക്കള് ചിരിക്കുന്നത് ഇഷ്ടമല്ലാത്ത രക്ഷിതാക്കളാണ്. ആ ഒരു അവസ്ഥയിലൊക്കെ മാറ്റം പറ്റുന്നത്, ആ മനോഭാവത്തിൽ തന്നെ മാറ്റം പറ്റുന്നത്. മക്കൾ ചിരിക്കാൻ പാടില്ല. സ്കൂളിൽ ടീച്ചർമാര് അന്ന് മുതലേ പിള്ളേരെ പ്രഷർ ചെയ്ത് ചിരിക്കാനുള്ളത് അടിച്ചമർത്തുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേമാതിരി ഏറ്റവും കൂടുതൽ ചിരിക്കുന്നത് കിടന്ന 300 തവണ ചിരി പിന്നെ രണ്ടാമത് ഒരു 60 ഈ രാഷ്ട്രീയ ദിവസന്മാര് ചിരിക്കുകയില്ല. അവര് റിട്ടയർമെന്റ് കഴിയുമ്പോൾ ചിരിക്കാൻ വേണ്ടി എവിടെയും പോകണമെന്നായിരുന്നു. അപ്പൊ ചിരി വലിയ പ്രാധാന്യമുണ്ട്. അതിനെന്താ ഗുണം വെച്ചാൽ, ഒന്നാമത്തെ നമുക്ക് സ്ട്രെസ് കുറയും, രണ്ടാമത്തെ ഇന്റേണൽ ഓർഗൻ ആക്ടിവിറ്റി. മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ മരുന്നിന്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും. കഴിക്കാത്തവരാണ് കഴിക്കാതെ ജീവിതം കൊണ്ടുപോകാൻ സാധിക്കും. ഓക്സിജൻ കൂടുതലായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക്. പിന്നെ നമ്മളെ കൂടെ ഒരു എനർജി ഓറായിട്ടുള്ളത്. ഈ എനർജി ഓറ ആളുകളെ ആകർഷിക്കാൻ വളരെ സ്വാധീനിക്കാൻ സാധിക്കും. ഇത് ഫോണിലൂടെ സംസാരിച്ചാൽ പോലും ഈ എനർജി ഓറ വർക്കൗട്ട് 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ചിരിയാണ് നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്. റിയൽ ലാഫിംഗ് 3 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെ